എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് 4-5 ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ മൊഡ്യൂൾ 2 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സബ്ജക്റ്റാണ് തേർഡ് സെമസ്റ്ററിലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ അത്യാവശ്യം കുറേ നമ്മൾ ഡിസൈനിങ് ആസ്പെക്ട്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലും ഒരുപാട് ഉപയോഗം, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് ഉപയോഗം വരുന്ന ഒരു ടോപ്പിക്കുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കാനുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഒരു കോർ പേപ്പർ എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഒരു കോമൺ പേപ്പറാണ്, അല്ലെങ്കിൽ ഒരു കോർ പേപ്പർ തന്നെയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഷിയർ ഫോഴ്സിനെ കുറിച്ചും അതുപോലെ ബെൻഡിങ് മൊമെൻറ്റിനെ കുറിച്ചുമാണ്. ഓക്കെ, ഷിയർ ഫോഴ്സിനെ കുറിച്ചും ബെൻഡിങ് മൊമെൻറ്റിനെ കുറിച്ചും, അതുപോലെ തന്നെ ഓരോ കേസിൽ വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രം അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഒക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിന് കൂടുതലായിട്ടും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത്യാവശ്യം അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ടൈപ്സ് ഓഫ് ബീംസ് ഇതിൽ വരുന്നതാണ്: കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ട് ബീം, ഓവർ ഹാങ്ങിങ് ബീം, കണ്ടിന്യൂസ് ബീം, ഫിക്സഡ് ബീം. അതുപോലെ ടൈപ്സ് ഓഫ് ലോഡ്സിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. പോയിൻ്റ് ലോഡ് വരുന്നുണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നുണ്ട്, അതുപോലെ യൂണിഫോംലി വാരിയിങ് ലോഡ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ടൈപ്പ് ലോഡുകൾ, ഓരോ ടൈപ്പ് ബീമിനകത്ത് ആക്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനെ കുറിച്ചും അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കുറച്ച് കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം നമ്മുടെ ഈ ഒരു സെയിം PDF തന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബീമിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ബീമിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ബീം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്: ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ഷിയർ ലോഡ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് ഷിയർ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറാണ് ശരിക്കും ബീം എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ മെമ്പർ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സസ് വിച്ച് ആക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഈസ് കോൾഡ് ബീം. അതായത് ഇപ്പോൾ ഇതൊരു ബീമാണെങ്കിൽ നമുക്ക് ഈ ബീമിൻ്റെ മേലെ ഇങ്ങനെ ലോഡുകൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബീമിനെ വേണമെങ്കിൽ ഇവിടെ മാത്രം സപ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ മാത്രം സപ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയും സപ്പോർട്ട് ചെയ്യാം, ഇവിടെയും സപ്പോർട്ട് ചെയ്യാം. നമുക്കതിന് മേലെ നിർത്താനായിട്ട് സപ്പോർട്ടുകൾ പല തരത്തിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ ബീമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നൊരു ഭാഗമാണ് ഈ പറയുന്ന ബീം എന്ന് പറഞ്ഞാൽ. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു പാലത്തിനെ നമുക്കൊരു ബീമായി സങ്കല്പിക്കാം. ഓക്കെ, സാധാരണ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ പുഴയ്ക്ക് കുറുകെയൊക്കെ ഉണ്ടാകുന്ന പാലം നമുക്ക് റോഡായി സങ്കല്പിക്കാം. നമുക്ക് ആലോചിച്ചാൽ മതി, ചെറിയ പാലൊക്കെ ആവുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇവിടെയും മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലേ?
എന്നാൽ അതൊരു വലിയ പാലൊക്കെ ആണെങ്കിൽ ഈ സപ്പോർട്ടിന് പുറമെ ചിലപ്പം ഇത്തിരി കൂടി നീളം കൂടുതലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സെൻറ്ററിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഒരുപാട് നീളമുള്ള പാലൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ റെയിൽവേ പാലൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വലിയ വിധത്തിലുള്ള പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനൊക്കെ എന്തായിരിക്കും ഇതുപോലെ ഒരുപാട് കണ്ടിന്യൂസ് സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു സംഭവമാണ് ബീം എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്ന ടൈം തന്നെയാണ് ബീമിൽ. നമ്മൾ സാധാരണ വീടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബീമിനെ കുറിച്ചൊക്കെ സാധാരണ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്കതിൽ പറയാനുള്ളത്, നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ബീംസിനെ കുറിച്ച്. ചിലപ്പോൾ 3 മാർക്കിനും ചിലപ്പോൾ 7 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് ടൈപ്സ് ഓഫ് ബീംസ്. ഓക്കെ, പ്രധാനമായിട്ടും ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. ഓക്കെ, കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ബീമിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ തരത്തിലാണ് സപ്പോർട്ട്സ് കൊടുക്കുന്നത് അതനുസരിച്ചാണ് ബീമിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 5ഓളം ബീംസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുക, കാൻഡിലിവർ ബീം. രണ്ടാമത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. തേർഡ് വൺ ഓവർ ഹാങ്ങിങ് ബീം. ഫോർത്ത് വൺ ഫിക്സഡ് ബീം. ഫിഫ്ത്ത് വൺ കണ്ടിന്യൂസ് ബീം. പിന്നെ നമുക്ക് ഈ ഒരു 5 പേരുകൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, 5 പേരുകൾ മാത്രം പോരാ, അതിൻ്റെ ഏകദേശം അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കാൻഡിലിവർ ബീമിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാൻഡിലിവർ ബീമിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് മനസ്സിലാക്കാനായിട്ടുള്ള ഫിഗേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ, ഇത് കാൻഡിലിവർ ബീമാണ്. അതുപോലെ ഇവിടെ കാണുന്നതൊക്കെ നമുക്ക് കാൻഡിലിവർ ബീമിന് എക്സാമ്പിൾസാണ്. നമ്മുടെ ഈ ക്രെയിനിൻ്റെ ഈ ഒരു ഹൂക്ക് വരുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഒരു റോപ്പ് വരുന്ന ഭാഗം ഇതൊരു കാൻഡിലിവർ ബീമിന് എക്സാമ്പിളാണ്. അതായത് കോമൺ ആയിട്ട് മനസ്സിലാക്കുക, ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഇവിടെ ആയിരിക്കും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. സാധാരണ നമ്മൾ സൺഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ജനലിനൊക്കെ മേലെ വെക്കുന്ന സൺഷെയ്ഡ് അല്ലേ, നമ്മുടെ ചുമരാണെങ്കിൽ ചുമരുന്ന പുറത്തേക്കായിരിക്കും ആ ഒരു കോൺക്രീറ്റിൻ്റെ സ്ലാബ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനെ കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, കാൻഡിലിവർ ബീം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ സപ്പോർട്ട് അതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ ബീം ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ ബീം വിത്ത് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് ദ അതർ എൻഡ് ഫ്രീ ഈസ് കോൾഡ് കാൻഡിലിവർ ബീം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ 1 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ടൈപ്സ് ഓഫ് ബീംസ് 3 മാർക്കിനോ അഥവാ 7 മാർക്കിനോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ ഈ ഫിഗറും കൂടി വരയ്ക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ വരച്ച പോലെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, അതായത് ഈ എൻഡ് ഫിക്സഡ് ആയിട്ട് കാണിക്കാം. അതുപോലെ ഈ ഫിക്സഡ് സപ്പോർട്ടിൻ്റെ മേലെ ഇങ്ങനെ ഒരു ബീം വരച്ചാൽ നമുക്കിതിനെ കാൻഡിലിവർ ബീം എന്ന് വിളിക്കാം. ഓക്കെ, അതായത് പറഞ്ഞാൽ എന്താണ്, വിത്ത് വൺ എൻഡ് ഫിക്സഡ് അല്ലേ, ഒരു എൻഡ് ഇവിടെ ഫിക്സഡ് ആണ്, അതർ എൻഡ് ഫ്രീ, ഇത് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതർ എൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ബീമിനാണ് നമ്മൾ കാൻഡിലിവർ ബീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാൻഡിലിവർ ബീം മനസ്സിലായി. ഇനി സെക്കൻഡ് വൺ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം മനസ്സിലാക്കാൻ ഇവിടെ ഫിഗർ നോക്കി തന്നെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബീം. ആ ബീമിൻ്റെ എൻഡിലായിട്ട് ഒരു സിമ്പിളായിട്ട് 2 സപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ബീമാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം, അഥവാ നമ്മളിതിനെ ഷോർട്ടായിട്ട് SSB എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, SSB എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. SSB എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ, വായിച്ചു നോക്കാം. എ ബീം വിച്ച് ഈസ് ഫ്രീലി സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ് അല്ലേ. അപ്പോൾ ബോത്ത് എൻഡിലും ഫ്രീലി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് ബീമിനാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, എ ബീം വിച്ച് ഈസ് ഫ്രീലി സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഈസ് കോൾഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇനി നമ്മുടെ 2 മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്കിനി തേർഡ് വണ്ണാണ് വരുന്നത്, ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, നോക്കാം. ഓവർ ഹാങ്ങിങ് ബീം, അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. കണ്ടോ, ഇത് നമ്മുടെ ബീമാണ്.
ഇവിടെ ഒരു സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ടിൽ ഇവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടിൽ ഇവിടെ എൻഡിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിന് പകരം കുറച്ച് മുന്നേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട്, ഓവർ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നോക്കാം. വൺ ഓർ ബോത്ത് എൻഡ്സ് ഓഫ് ദ ബീം ഈസ് പ്രൊജക്റ്റഡ് ബിയോണ്ട് ദ സപ്പോർട്ട് ഈസ് കോൾഡ് ഓവർ ഹാങ്ങിങ് ബീം. ഇപ്പോൾ ഈ കാണിച്ച ഫിഗറിൽ ഒരെൻഡ് മാത്രമേ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, തള്ളി നിൽക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ തള്ളി നിൽക്കുന്ന കേസ് വരാം. ഓക്കെ, അതായത് ഇങ്ങനെ ബീം വരച്ചാൽ സപ്പോർട്ട് ഇവിടെ വരയ്ക്കുക, ഇവിടെയും വരയ്ക്കാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഇവിടെയും തള്ളി നിൽക്കുന്നുണ്ട് അല്ലേ, ഇവിടേക്കും തള്ളി നിൽക്കുന്നുണ്ട്, ഇവിടേക്കും തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ബീമാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഓർ ബോത്ത് എൻഡ്സ് ഓഫ് ദ ബീം ഈസ് പ്രൊജക്റ്റഡ് ബിയോണ്ട് ദ സപ്പോർട്ട്സ് ഈസ് കോൾഡ് ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓവർ ഹാങ്ങിങ് എന്താ മനസ്സിലായി, SSB അഥവാ സിംപ്ലി സപ്പോർട്ടഡ് മനസ്സിലായി, കാൻഡിലിവർ ബീം മനസ്സിലായി. ഓക്കെ, നമുക്ക് 3 മനസ്സിലായി. ഇനി 4മത്തെയാണ് ഫിക്സഡ് ബീം. ഓക്കെ, ഫിക്സഡ് ബീം ഇവിടെ നോക്കാം. ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ ഫിക്സഡ് എൻഡ്, അതായത് ഇവിടെ നോക്കാം, 2 എൻഡും അവിടെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് നമ്മുടെ ബീം വരുന്നത് അല്ലേ. എ ബീം ഹൂസ് ബോത്ത് എൻഡ്സ് ആർ റിജിഡ്ലി ഫിക്സഡ് ഓർ ബിൽറ്റ് ഇൻ ടു ഇറ്റ്സ് സപ്പോർട്ടിംഗ് വാൾസ് ഈസ് നോൺ ആസ് ഫിക്സഡ് ബീം. ഓക്കെ, എ ബീം whose both ends are rigidly fixed or built into its supporting walls is known as fixed beam. അതായത് 2 റിജിഡ്ലി സപ്പോർട്ട് ചെയ്ത വാളിന് കുറുകെ ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ബീമിനെയാണ് നമ്മൾ ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷനും ഡെഫിനിഷൻ ശരിക്കും ഒരു പക്ഷേ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ഫിഗറൊന്ന് പേര് വെച്ച് ഓർത്ത് വെക്കാൻ പറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഈസി ആയിട്ട് ഡെഫിനിഷൻ നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫിഗറാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓവർ ഹാങ്ങിങ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന നിൽക്കുന്ന കാര്യം നമുക്ക് ഓർമ്മ വരണം. ഫിക്സഡ് എന്ന് പറയുമ്പോൾ ബോത്ത് എൻഡ് ഇങ്ങനെ ഫിക്സാക്കി നിർത്തിയിരിക്കുന്നത് കാണണം അല്ലേ. ഫിക്സഡും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ, ഇത് സിംപ്ലി സപ്പോർട്ട് ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. SSB എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അല്ലേ. ഫിക്സഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 എൻഡും അവിടെ റിജിഡായിട്ടില്ലേ, ഇവിടെ റിജിഡായിട്ട് എന്ത് ചെയ്യാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 4 പഠിച്ചു. നമുക്ക് ആകെ 5 നോക്കാനുള്ളത്. കാൻഡിലിവർ എന്താ മനസ്സിലായി, സിംപ്ലി സപ്പോർട്ട് മനസ്സിലായി, ഓവർ ഹാങ്ങിങ് മനസ്സിലായി. നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ കണ്ടിന്യൂസ് ബീം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ക്ലാസ്സിൻ്റെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് നീളത്തിലുള്ള ലെങ്തി ആയിട്ടുള്ള പാലങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ബീമിന് എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഇത് ബീമാണെങ്കിൽ ഇത് ബീമാണെങ്കിൽ ഉണ്ടോ സപ്പോർട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു കേസാണ് കണ്ടിന്യൂസ് ബീമിൽ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എ ബീം സപ്പോർട്ടഡ് ഓൺ മോർ ദാൻ 2 സപ്പോർട്ട്സ് അല്ലേ. അപ്പോൾ 2-ലധികം സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കാൻ പറ്റും. എ ബീം സപ്പോർട്ടഡ് ഓൺ മോർ ദാൻ 2 സപ്പോർട്ട്സ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് ബീം. ഓക്കെ, അപ്പോൾ അതും പേര് വെച്ച് ഫിഗർ ഓർത്ത് വെച്ച് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ പറയാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ 5 പഠിച്ചു. കണ്ടിന്യൂസ് ബീം, ഫിക്സഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാൻഡിലിവർ ബീം. ഇപ്പോൾ നിങ്ങളിത് ഇഷ്ടമൊന്ന് ഒരു 5 കാര്യം ഒന്ന് മൈൻഡിലേക്കൊന്ന് അത് റെക്കഗ്നൈസ് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കി ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടൈപ്സ് ഓഫ് ബീംസിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മൊഡ്യൂൾ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് ടോപ്പിക്ക് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് ടൈപ്സ് ഓഫ് ബീംസ് വരുന്നുണ്ട് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ പറഞ്ഞു, സിംപ്ലി സപ്പോർട്ട് പറഞ്ഞു, ഓവർ ഹാങ്ങിങ് പറഞ്ഞു, കണ്ടിന്യൂസ് ബീം പറഞ്ഞു, ഫിക്സഡ് ബീം പറഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് ബാക്കിയാണ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. അതിൽ 3 ടൈപ്പ് ലോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോയിൻ്റ് ലോഡിനെ കുറിച്ചും UDL കുറിച്ചും അതുപോലെ UVL കുറിച്ചും. അത്രയും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. അപ്പോൾ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോയിൻ്റ് ലോഡ് എന്ന് വിളിക്കാറുണ്ട്. കോൺസെൻട്രേറ്റഡ് ഓർ പോയിൻ്റ് ലോഡ്. UDL അഥവാ നമ്മൾ കൂടുതലായിട്ടും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് UDL എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം. UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. തേർഡ് വൺ യൂണിഫോംലി വാരിയിങ് ലോഡാണ് UVL.
ഓക്കെ, അപ്പോൾ ബീംസ് ആർ കോമൺലി ലോഡഡ് വിത്ത് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ലോഡ്സ്. പോയിൻ്റ് ലോഡ് അഥവാ അതിൻ്റെ വേറെ പേര് കോൺസെൻട്രേറ്റഡ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും യൂണിഫോംലി വാരിയിങ് ലോഡും. നമുക്കിനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കും, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് പെട്ടെന്ന് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചുള്ള ഒരു ബീമോട് കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു സിംപ്ലി സപ്പോർട്ട് ബീം അല്ലെങ്കിൽ SSB എന്ന് വിളിക്കാം. ആ SSBയിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്താ ചെയ്യുന്നത്. ഇവിടെ മിഡിലായിട്ട് ഒരു P എന്ന് പറയുന്ന ഒരു ഫോഴ്സോ അല്ലെങ്കിൽ ഒരു ലോഡോ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ലോഡിനെ നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് അഥവാ പോയിന്റ് ലോഡ് എന്ന് വിളിക്കുന്നത്. അതായത് ദ ലോഡ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഓൺ എ ബീം ഈസ് കോൾഡ് എ കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ്, അല്ലേ. അതായത് ഒന്നുമില്ല, ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് എന്ത്, പോയിന്റ് ലോഡ് എന്ന് വിളിക്കുന്നത്. ഒരു ബീമിൻ്റെ ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ലോഡാണ് പോയിന്റ് ലോഡ് അഥവാ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ഓർമ്മ വരണം നമുക്ക് ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ലോഡ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. രണ്ടാമത്താണ് UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇപ്പോൾ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്തോ ഒരു യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ദ ലോഡ് സ്പ്രെഡിങ് ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ബീം. ഓക്കെ, അപ്പോൾ ലോഡ് എങ്ങനെയാണ് സ്പ്രെഡ് ആയി നിൽക്കുന്നത്, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എൻറ്റയർ ലെങ്ത്തിൽ ലോഡുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ലോഡിനെയാണ് നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അഥവാ UDL എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ലോഡ് സ്പ്രെഡിങ് ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ബീം or rate of loading is uniformly distributed from point to point along the beam. ഇപ്പോൾ ഈ ടൈപ്പ് ലോഡാണ് UDL അഥവാ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, പോയിന്റ് ലോഡ് മനസ്സിലായി, UDL മനസ്സിലായി. അതേപോലെ യൂണിഫോംലി വാരിയിങ് ലോഡ് അഥവാ UVL, പേരൊക്കെ മനസ്സിലാവും. വാരി ചെയ്യുന്നില്ല, യൂണിഫോമായിട്ട് വാരി ചെയ്യുന്ന ലോഡാണ്. അപ്പോൾ ഇവിടെ ഫിഗർ ഉണ്ടാകാൻ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ, അതായത് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു ബീം അല്ലെ, ഒരു കാൻലിവർ ബീം ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൻലിവർ ബീമാണത്. അപ്പോൾ ആ കാൻലിവർ ബീമിനകത്ത് നോക്കുക, ഓരോ പോയിന്റിലും ഇങ്ങനെ ലോഡ് കൂടി, ഇതിൻ്റെ വലിപ്പം കൂടാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോഡ് കൂടി വരുന്നതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 2 കിലോമീറ്റർ ആണെങ്കിൽ പിന്നെ ഇവിടെ 3, 4, 5, 6 അങ്ങനെ യൂണിഫോമായിട്ട് വാരി ചെയ്യുന്നൊരു കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നോക്കുക, ജസ്റ്റ് വായിച്ച് നോക്കാം. ദ ലോഡ് സ്പ്രെഡിങ് ഓവർ ദ ബീം ഇൻ സച്ച് എ വേ ദാറ്റ് ദ റേറ്റ് ഓഫ് ലോഡിങ് വാരീസ് ഫ്രം പോയിൻറ്റ് അലോങ് ദ ബീം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ലോഡിങ് ഇങ്ങനെ വാരി ചെയ്യുന്ന ലോഡിനാണ് നമ്മൾ അതിൻ്റെ പേര് പോലെ തന്നെ യൂണിഫോംലി വാരിയിങ് ലോഡ് അഥവാ UVL എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ UVL മനസ്സിലായിട്ടുണ്ടായിരിക്കും, യൂണിഫോംലി വാരിയിങ് ലോഡ്. അപ്പോൾ നമ്മളിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ UVL എന്നോ അല്ലെങ്കിൽ UDL എന്നോ അല്ലെങ്കിൽ നമ്മൾ SSB എന്നൊക്കെ പറയും. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീമിന് നമ്മൾ SSB എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ, നമ്മുടെ സിലബസിൽ ഇപ്പോൾ നമ്മുടെ ആ ഫസ്റ്റത്തെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ബീംസ് വിത്ത് എക്സാമ്പിൾസ്, അല്ലേ. ബീംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ നമ്മൾ പഠിച്ചതൊക്കെയാണ്, കാൻലിവർ പഠിച്ചു, SSB അഥവാ സിംപ്ലി സപ്പോർട്ട് പഠിച്ചു, ഓവർ ഹാങ്ങിങ് ബീം പഠിച്ചു, കണ്ടിന്യൂസ് ബീം പഠിച്ചു, ഫിക്സഡ് ബീം പഠിച്ചു. ആൻഡ് ടൈപ്സ് ഓഫ് ലോഡ്സിൽ നമ്മൾ പോയിന്റ് ലോഡും UDLഉം UVLഉം നമ്മൾ മനസ്സിലാക്കി. സോ നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും, നമ്മുടെ ആ മൊഡ്യൂളിൽ വരുന്ന ഈ ഒരു M201 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ള ഇതാണ്. ഇവിടെ നോക്കാം, സമ്മറൈസ് ദ ഡെഫിനിഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നമുക്കിനി ഷിയർ ഫോഴ്സും അതുപോലെ ബെൻഡിങ് മൊമെൻറ്റുമാണ് മനസ്സിലാക്കാനുള്ളത്. ശേഷം അത് മനസ്സിലാക്കിയ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും നമുക്ക് പല കേസിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കണം. ശേഷം നമുക്ക് അത് വെച്ചുള്ള പ്രോബ്ലംസ് അഥവാ ആ ടൈപ്പിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തുടക്കം തൊട്ടേ മനസ്സിലാക്കി പോയാൽ സിമ്പിളായിരിക്കും. പക്ഷേ നമ്മൾ തുടക്കം മനസ്സിലാക്കാണ്ട് ഇടയ്ക്ക് വെച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്ത കാര്യം ഉണ്ടായിരിക്കില്ല. തുടക്കം തൊട്ടേ എല്ലാം ബേസും കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ നമുക്ക്
തുടക്കം തൊട്ട് എൻ്റെ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പല പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പല പല ടോപ്പിക്ക് പറയുമ്പോൾ അവിടെ കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊടുത്ത് നമുക്ക് ഇപ്പോൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നും വല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് ടോപ്പിക്കല്ല, നമുക്കിനി എടുക്കാനുള്ള ടോപ്പിക്സാണ്. ഈ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഞാൻ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PPTയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ് പറയാം. ഞാൻ സാധാരണ 3 കളറിൽ കാണിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അടുത്ത കളറിൽ കാണിക്കുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അടുത്ത കളറിൽ കാണിക്കുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മൊഡ്യൂൾ ശരിക്കും ഫുള്ളായിട്ട് പഠിച്ചൊരാൾക്ക് ഈ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ നമുക്ക് 2 അറ്റൻഡ് ചെയ്താൽ 6 മാർക്ക് കിട്ടും. 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ 2 അറ്റൻഡ് ചെയ്താൽ നമുക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ 6 2 8 8 15. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക 15 മാർക്കായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ഇൻ ബീംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കെച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഇപ്പോൾ നമുക്ക് 7 മാർക്കാണ് കിട്ടിയുള്ളത് അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നവംബർ 2024. അപ്പോൾ നമുക്കറിയാം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻ്റെ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് ഓർ ക്വസ്റ്റ്യനായിട്ടായിരിക്കും താഴെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ശരിക്കും നമ്മളിതൊന്നും പ്രോബ്ലമൊക്കെ ചെയ്യാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസോ തെറ്റിപ്പോലുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നമുക്ക് 7 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് തന്നെ അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 3 മാർക്കിനല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് തന്നെയാണ് ടൈപ്സ് ഓഫ് ലോഡ്സ്, ഓരോ ബീമിലും ടൈപ്സ് ഓഫ് ലോഡ്സ് കാണിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് അടുത്ത ടോപ്പിക്കിലാണ് പഠിക്കാൻ പോകുന്നത്. ഇതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കാൻ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഒക്കെ. ഇതും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റാണ്. ഇതും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റാണ്. ഇതും ഷിയർ ഫോഴ്സും ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളത്. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടു, ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ജസ്റ്റ് ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാക്കുക. 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇവിടെ കണ്ടോ, ഓർന്ന് കൊടുത്താൽ കണ്ടോ, ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ചെയ്താൽ മതി. നമുക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് മാത്രം ചെയ്യാം. ഓക്കെ, രണ്ടും എഴുതിയിട്ടൊരു കാര്യം ഉണ്ടായിരിക്കില്ല. കാര്യം ഉണ്ടാകും. കാര്യം എങ്ങനെ ഉണ്ടാകുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ചെയ്ത മുഴുവൻ ശരിയാണെന്ന് വിചാരിക്കും, 7 മാർക്ക് കിട്ടി, അത് കറക്റ്റാണ്. ഇനി രണ്ടാമത്തോ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക, അതിനും 7 മാർക്ക് കിട്ടി, കറക്റ്റാണ്. അവിടെ മനസ്സിലാക്കേണ്ട, ഒരിക്കലും 7+7 നിങ്ങൾക്ക് ടോട്ടൽ 14 കിട്ടില്ല. ഇതിലെ ബെറ്റർ മാർക്ക് മാത്രമേ, ബെസ്റ്റ് മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അപ്പോൾ പൂർണ്ണമായിട്ടും ശരിയല്ല, അതിനൊരു 5 മാർക്കേ കിട്ടിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അതും പൂർണ്ണമായിട്ട് ശരിയല്ല, അതിനൊരു 3 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് 5+3 8 ഒരിക്കലും കിട്ടില്ല. എന്ത് കിട്ടുള്ളൂ, 5ഉം 3ഉം കിട്ടിയിട്ടുണ്ട്. ഇതിലെ ബെസ്റ്റ് മാർക്കാണ് സ്കോറിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ 5 മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ രണ്ടും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ മാത്രം രണ്ടൊക്കെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സമയം നഷ്ടപ്പെടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഉള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും വരെ നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്, അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളതാണ്. ഇതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ഇൻ ബീംസ് വിത്ത് നീറ്റ് സ്കെച്ചസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളിന്ന് പഠിച്ച ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ്, ബീംസിൽ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സിനെ കുറിച്ചാണ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ 4ഉം 5ഉം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കേട്ടോ. 4ഉം 5ഉം 5ഉം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഈ 3 എണ്ണം 3 മാർക്കിൻ്റെയാണ്, ഈ 2 എണ്ണം 7 മാർക്കിൻ്റെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എ ബീം ഇൻ വിച്ച് ദ എൻഡ്സ് എക്സ്റ്റെൻഡ് ബിയോണ്ട്സ് ഇറ്റ്സ് സപ്പോർട്ട്സ് ഈസ് കോൾഡ് ഡാഷ്.
അല്ലേ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിന് ആൻസർ പറയാൻ പറ്റണം, കാരണം നമ്മൾ ഇന്ന് ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ബീം ആ സപ്പോർട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ബീമിൻ്റെ പേരെന്താണ് അല്ലേ? നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഓവർ ഹാങ്ങിങ് ബീമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അതേപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നമ്മൾ കടന്നിട്ടില്ല. നമുക്കത് അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പഠിച്ച അറിവ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കാം, വെറും 20 മിനിറ്റിൻ്റെ ക്ലാസ് കൊണ്ട് തന്നെ ഇത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതും അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഏപ്രിൽ 2024 ക്വസ്റ്റ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണിച്ചിരിക്കുന്നത് ഈ 2 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്, ഈ 2 3 മാർക്കിൻ്റെയാണ്. ഇത് 3ഉം ഇത് 1 മാർക്കും. അപ്പോൾ നമ്മൾ പഠിച്ച അറിവ് വെച്ചിട്ട് നമുക്കിതിലേലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ദാറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് ദാറ്റ് ടെൻഡ്സ് ടു ബെൻഡ്, ഇറ്റ് ഈസ് കോൾഡ്. അല്ലേ, നമ്മൾ ഫസ്റ്റ് ഈ ഒരു മൊഡ്യൂൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പഠിച്ച കാര്യമല്ല, എന്താണത്? ബീമാണ് അല്ലേ. അതായത് ഒരു സ്ട്രക്ചറൽ മെമ്പർ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ മെമ്പറാണ്. അതിൻ്റെ മേലെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? അത് ബീമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കേസിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 2ാമത്തെ ക്വസ്റ്റ്യൻ, ബീം വിച്ച് ഈസ് ഫിക്സഡ് ഫ്രം വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദ അതർ എൻഡ് ഈസ് കോൾഡ് ഡാഷ്. പല ആളുകൾക്കും അതിൻ്റെ ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഏതാണ് അത്? കാൻഡിലിവർ ബീമാണ് അല്ലേ. അതായത് ഒരെൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഫ്രീ ആണ്. ഈ ടൈപ്പ് ബീമാണ് നമ്മുടെ കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള നോളജ് നമുക്കുണ്ട്. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ഷിയർ ഫോഴ്സ്. നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ അടുത്ത ടോപ്പിലാണ് ഷിയർ ഫോഴ്സിനെ കുറിച്ച് പഠിക്കുക. പിന്നെ എക്സ്പ്ലെയിൻ കാൻഡിലിവർ ബീം ആൻഡ് ഫിക്സഡ് ബീം വിത്ത് ഡയഗ്രാം. ഇത് നമുക്ക് പറയാൻ പറ്റും അല്ലേ, ചെയ്യാൻ പറ്റും. അതായത് കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഭാഗം ഫിക്സഡ് ഒരു ഭാഗം ഫ്രീ. ആൻഡ് ഫിക്സഡ് ബീം എങ്ങനെയാണ് അല്ലേ, 2 എൻഡും ഫിക്സഡ് ആയിട്ടുള്ള ബീമാണ് ഫിക്സഡ് ബീം. അപ്പോൾ എക്സ്പ്ലെയിൻ കാൻഡിലിവർ ബീം ആൻഡ് ഫിക്സഡ് ബീം വിത്ത് ഡയഗ്രാം. ഈ 2 ഡയഗ്രാം വരയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് പഠിച്ച് ചെയ്യാം, അത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. 1 മാർക്ക് 1 മാർക്ക് 3 മാർക്ക്. ഇപ്പോൾ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ബാക്കിയുള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് 2 പ്രോബ്ലംസാണ്, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇതും 7 മാർക്കാണ്, ഇതും 7 മാർക്കാണ്. ഇതിലേതെങ്കിലും ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ ഓർന്ന് കാണിച്ചാൽ എന്താണ് ചോയ്സ് ക്വസ്റ്റ്യൻ, ഒന്നെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ആയിരിക്കും നന്നായിരിക്കുക. ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് സമയമുള്ള പോലെ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പകരം നമുക്ക് എത്ര കിട്ടിയത്? 3ഉം 1ഉം 1ഉം 5 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിപ്പോൾ പഠിച്ച ടോപ്പിക്കിന് 5 മാർക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് 1 മാർക്ക് 3ഉം 4 മാർക്ക് അല്ലേ, 4 മാർക്ക് കിട്ടിയുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 7 മാർക്ക് 1 മാർക്ക് അല്ല, 1 മാർക്കല്ല 7 മാർക്ക് അല്ലേ, എന്നാൽ 7 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ മൊഡ്യൂൾ 2 ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. അതുവരെ സാധാരണ പൊതുവേ ക്ലാസ്സിലൊന്നും പറയാത്തൊരു കാര്യമാണ് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സാധാരണഗതിയിൽ ഇത്രയും കാലം കിട്ടിയ ഫീഡ്ബാക്കൊക്കെ അനുസരിച്ച് പൊതുവേ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകാറുണ്ടെന്നാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ്സ് കുറച്ച് അധികം പേരിലേക്കെങ്കിലും എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുമെങ്കിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യം കോമൺ ആയിട്ട് ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഒരിക്കലും അവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോസിലും
ഞാൻ ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും എത്രയോ ഒരു ഏകദേശം 1000-ഓളം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് നമ്മുടെ ചാനൽ ചാനൽ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഇതുവരെ ഒരു വീഡിയോയിലും പറയാത്ത കാര്യമാണ്, ഒരു ക്ലാസ്സിലും പറയാത്ത കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. ഞാൻ ഇപ്പോഴും പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റായി തോന്നുന്നതിൽ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ല അതർവൈസ് അതെന്ത് ചെയ്യുക, റിമൈൻഡ് ചെയ്യാം, സ്കിപ്പാക്കി വിടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.